ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ടൈറ്റിൽ തന്നെ കണ്ടു. ചിങ്ങം 1 പുതുവർഷം. വാവ്, ഒരു പുതിയ വർഷം, നമുക്ക് മലയാള വർഷം തുടങ്ങുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു വർഷത്തിൽ ജനറലി നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും, ഒരു 1 ഇയറിലേക്കുള്ളൊരു റീഡിംഗ് ആണ്. ജനറലായിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, എന്നാലും നിങ്ങൾക്കൊരു 70% ഒക്കെ ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ജെൻറ്റിൽനെസ് റീഡിംഗ് ആണ്. അതുപോലെ ഈ ഒരു വർഷത്തിൽ എപ്പോഴാണോ നിങ്ങൾ ഇതെല്ലാം അറിയേണ്ടത് അപ്പോഴായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഈ ഒരു റീഡിങ് പ്രത്യക്ഷമാവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് കാർഡ് നമ്പർ 1, പൈൽ നമ്പർ 1. നമ്പർ 57 ആണ് വരുന്നത്. ബിലീവ് ഇൻ യോർ സെൽഫ്, സ്ക്വിറൽ സ്പിരിറ്റ്. ഓക്കെ, ആൻഡ് കാർഡ് നമ്പർ 2 വരുന്നത് നമുക്ക് 20 ആണ് നമ്പർ വരുന്നത്. ഡോൾഫിൻ സ്പിരിറ്റ്, ദിസ് ആൻഡ് ദാറ്റ് ആർ ട്രൂ. അപ്പോൾ ഇതിലേത് ഒരു കാർഡിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത്, ആ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ വളരെ ലെങ്തി ആക്കുന്നില്ല, ഇൻട്രോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. സോ നിങ്ങൾ പോസ് ചെയ്യുക വീഡിയോ, എന്നിട്ട് ചൂസ് ചെയ്യുക, ആൻഡ് ദെൻ വിൽ ഗോ ഡയറക്ട്ലി ടു ദ റീഡിംഗ് ഓഫ് ഗ്രൂപ്പ് നമ്പർ 1. ഹായ് ഹലോ ഗ്രൂപ്പ് നമ്പർ 1, ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. നമുക്ക് കാർഡ്സ് എല്ലാം നമുക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് റീഡ് ചെയ്ത് തുടങ്ങാം. സോ ഫസ്റ്റ് ഐ എം ടേക്കിംഗ് ഓൾ ദ കാർഡ്സ്. ഇത് വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. സി വി ഗോട്ട് വണ്ടേഴ്സ്. ആ വണ്ടേഴ്സ് നമുക്ക് അത്ര ഒരു സ്ട്രെയിറ്റ് ആയിട്ടല്ല കിട്ടിയത്, എന്നാൽ റിവേഴ്സ്ഡും അല്ല. സോ യു ആർ സ്റ്റക്ക് സംവെയർ ഇൻ ദ മിഡിൽ, യു നീഡ് ലോട്ട് ഓഫ് ഹീലിംഗ്. അമത്തിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വൺ മോർ കാർഡ് ഫ്രം ദിസ് ഡെക്ക്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാം. ചേഞ്ച്. ഓക്കെ, let's take few more cards. Okay, we got 3 cards. Memories of love, mental conflict, triumph and success. Okay, then we have Neptune vision, and then we have Sagittarius exant. Then we have failure, self-esteem. We'll take 2 more cards for moon guidance for the mind. Growth, balance. Okay. സ്ക്വിറൽ സ്പിരിറ്റ് വന്ന നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് എക്സ്പീരിയൻസ് കൊണ്ട് നേടിയെടുത്ത കുറേ അറിവുകളുണ്ട്, കുറച്ച് വിസ്ഡം ഉണ്ട്. അത് തന്നെ ധാരാളമാണ് ആക്ച്വലി നിങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ടാലൻ്റ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, നിങ്ങൾക്ക് ത്രൈവ് ചെയ്യാൻ, ഉയരാൻ വേണ്ട റിസോഴ്സസ് എല്ലാം ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഗ്രൂപ്പ് നമ്പർ 1. പക്ഷേ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ വിചാരിക്കാതെ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ഫീലിംഗ് ഇതാണ്: നിങ്ങൾ ഇനഫാണോ, ഞാൻ പോരാ എന്ന ഒരു തോട്ട് നിങ്ങൾക്ക് വല്ലാതെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കറൻ്റ്ലി, സോ ബേസിക്കലി നിങ്ങൾ സ്റ്റക്കാണ്. ഒരു ഹീലിംഗ് ആവശ്യമാണ്. ആ ഹീലിങ്ങിലൂടെയാണ് നിങ്ങൾക്ക് ലൈഫിൻ്റെ വണ്ടേഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളൊരു വിഷൻ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്, നിങ്ങളിലേക്ക് അത് വരികയാണ്, വന്നു ചേരുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് മാത്രമാണ് ഹീലിംഗ്. ആ ഹീലിങ്ങിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു തെറ്റാണെന്നുള്ളൊരു തോട്ട്, നിങ്ങൾക്കൊരു
തെറ്റ് പറ്റിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഗ്രോത്ത്. ഈ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഫെയിലിയർ. തോമസ് ആൽവ എഡിസൺ ബൾബ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഹി മെയ്ഡ് 1000 മിസ്റ്റേക്സ് എന്ന് പറയും. ഐ മീൻ നോട്ട് ലിറ്ററലി ബട്ട് യെസ് 1000 or more. ഓരോ തവണ ഈ മിസ്റ്റേക്ക് പറ്റുമ്പോഴും ഓരോ തവണയും തോൽക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു തവണയും കൂടെ വിജയത്തിലേക്ക് അടുക്കുകയാണ്, കാര്യം ഈ തെറ്റ് ഇനി ഞാൻ ആവർത്തിക്കില്ലല്ലോ. അങ്ങനെ 1000 തെറ്റുകൾ തിരുത്തിയിട്ടാണ് നമ്മളൊക്കെ ഇന്ന് സുഗമമായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ബൾബ് ഫിലമെൻറ്റ് ഉണ്ടായത്. സോ ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് ലൈഫ്. നമ്മളുടെ പല സാഹചര്യം വെച്ചിട്ട് നമ്മൾ ഓരോന്നും ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ചെയ്യാതെ ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എപ്പോഴും ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തെറ്റ് പറ്റുള്ളൂ. അപ്പോൾ തെറ്റ് പറ്റുന്നവർ മിടുക്കരാണെന്ന് പറയും. കാര്യം തെറ്റ് പറ്റാനായിട്ടെങ്കിലും അവർ ചെയ്തു നോക്കി, റിസ്ക് എടുത്തു. ഓക്കെ, ഇത് ശരിയായില്ല, അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാം. അവർക്ക് അവിടെ തെറ്റ് പറ്റിയെങ്കിൽ, പക്ഷെ അതേ തെറ്റ് വീണ്ടും പറ്റാതിരിക്കുന്നതിലാണ് അവരുടെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഒരു തെറ്റ് പറ്റി അടുത്ത തവണയും അതേ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രോ ചെയ്തിട്ടില്ല. അപ്പോൾ തെറ്റ് പറ്റുന്നതിലല്ല പ്രശ്നം. മനുഷ്യരാണ്, എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. തെറ്റുകൾ പറ്റാം. ഒരു തവണ പറ്റിയ തെറ്റ് വീണ്ടും പറ്റാതിരിക്കുന്നതാണ് ഇൻ്റലിജൻസ്. വേറെ തെറ്റ് പറ്റുക. അപ്പോൾ നിങ്ങൾ ആ കാര്യവും പഠിക്കും. അങ്ങനെ തെറ്റുകളിലൂടെ നിങ്ങൾ ലൈഫ് പഠിക്കും. യു ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. അങ്ങനെയുള്ളവരാണ് ഗ്രൂപ്പ് നമ്പർ 2. ഇവിടെ എനിക്ക് മനസ്സിലാവുന്ന ഒരു എനർജിയിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫിലെ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൃത്യമായി എന്താണ് ആ പാറ്റേൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫിലൊരു പാറ്റേൺ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സോ ഈ ഒരു വർഷം പൊതുവെ ആ ഒരു പാറ്റേണിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നതുമാണ് നിങ്ങളുടെ തീം. അതിലുള്ള ഒരു മാറ്റം, അതായത് ബേസിക്കലി പറഞ്ഞാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പുതിയൊരു ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഈ വർഷം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ. അപ്പോൾ അവിടെ മാറി ചിന്തിച്ച് സക്സസ് മീറ്റ് ചെയ്യുന്നുണ്ട്. സെൽഫ് എസ്റ്റീം ഉണ്ടാവുന്നുണ്ട്. സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. എനിക്കൊരു വിലയുണ്ട്, എൻ്റെ വില കളഞ്ഞ് നിൽക്കുന്ന ഒന്നും എൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നതല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒരു ബ്രേക്കപ്പ് മെമ്മറി നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയമാണ്. ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി തരും. ഞാൻ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിരുന്നു, ഞാൻ ഹോൾഡ് ചെയ്യേണ്ടതായിരുന്നു. നോ, ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ലൈഫ്. സംടൈംസ് ലൈഫ് is allowing you to learn the art of letting go. എങ്ങനെ വിട്ടുകൊടുക്കാം, സന്തോഷമായിട്ട് എങ്ങനെ വിട്ടുകൊടുക്കാം, ആ ഒരു ബാലൻസ്. ദിസ് കാർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ബാലൻസ്, എങ്ങനെ വേണ്ടത് ഹോൾഡ് ചെയ്യാം, വേണ്ടാത്തത് ലെറ്റ് ഗോ ചെയ്യാം, ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആൻഡ് സജിറ്റേറിയസ് എനർജി നമ്പർ 9, that is definitely off. Expansion, growth, knowledge, wisdom, higher studiesന് നോക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി അത് നടക്കും. സ്പെഷ്യലി അബ്രോഡ് പോയിട്ട് ഹയർ സ്റ്റഡീസ് നോക്കുന്നവർക്കും, അതുപോലെ അബ്രോഡ് ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നവർക്കും അത് നടക്കും. അബ്രോഡായിട്ട് നിങ്ങൾക്ക് മൈഗ്രേഷൻ നോക്കുന്നവരുണ്ടല്ലോ, അവർക്കും ഡെഫിനറ്റ്ലി അത് നടക്കും എന്നുള്ളതാണ്. ആ ഒരു അബ്രോഡ് കണക്ഷൻ, അതുപോലെ പെർസ്പെക്റ്റീവ്സ്, നമ്മളൊരു വൈഡായിട്ടൊരു ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ്സ് കൊണ്ടുവരാണ്. അതായത് ഇങ്ങനെ ഇടുങ്ങി ചിന്തിക്കാതെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പെർഫെക്റ്റ് ആണ്. നിങ്ങളല്ലാതെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. പെർഫെക്റ്റ് ക്രിയേഷൻ ഓഫ് യൂണിവേഴ്സ് ഓർ പെർഫെക്റ്റ് ക്രിയേഷൻ ഓഫ് ഗോഡ്.
എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താണ്? നിങ്ങൾ തന്നെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടി നരകവും സ്വർഗവും ഉണ്ടാക്കുന്നു എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത്. മനസ്സിൻ്റെ ഇല്യൂഷനാണ്, മനസ്സിൻ്റെ മായയാണ് സ്വർഗവും നരകവും. നിങ്ങൾ ചിന്തിച്ച് നരകമാക്കിയാൽ നരകം, നിങ്ങൾ ചിന്തിച്ച് സ്വർഗമാക്കിയാൽ സ്വർഗം. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് നരകം സ്വീകരിക്കുന്നത് അല്ലേ? ചിന്തയിൽ എപ്പോഴും സ്വർഗം ഉണ്ടായാൽ പോരെ. ആൻഡ് ദാറ്റ് വിൽ അട്രാക്റ്റ് അബൻഡൻസ്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നല്ലൊരു പ്രണയം കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഉണ്ടാക്കി തരുന്നുണ്ട്, ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കി തരുന്നുണ്ട്, നിങ്ങളുടെ മൈൻഡ് ബോഡി സോൾ അലൈൻമെൻറ്റ് ഉണ്ടാക്കി തരുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു തീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷൻ, ഹീലിംഗ് ആൻഡ് ചേഞ്ച് ഓഫ് എ ലൊക്കേഷൻ. ചേഞ്ച് ഓഫ് എ ലൊക്കേഷൻ നമുക്ക് കുറച്ച് ടാറോ കാർഡ്സും കൂടെ നമുക്ക് ക്ലാരിഫിക്കേഷൻസ് ആയിട്ട് എടുക്കാം. എന്തൊക്കെ ചേഞ്ചാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത്. ലെറ്റ്സ് സീ. സോ വി ഗോട്ട് ദ ചാരിയറ്റ്. 2 തവണയാണ് നമുക്ക് ചേഞ്ച്, ചാരിയറ്റ് സെയിം ഒരു ട്രാൻസ്പോർട്ടേഷൻ വന്നിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഒരു ട്രാവൽ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. ഈ ട്രാവൽ ആക്ച്വലി നമുക്ക് 3 തരത്തിൽ ചെയ്യാം എന്നുള്ളതാണ്. ഒന്ന് ഡെഫിനറ്റ്ലി ഫിസിക്കൽ ട്രാവൽ. നിങ്ങൾ ഒരു വെക്കേഷൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കാം ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഫ്രം വൺ കൺട്രി ടു അനദർ. അപ്പോൾ നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ കാണും, പുതിയ പുതിയ പെർസ്പെക്റ്റീവുകൾ പഠിക്കും, അങ്ങനെ നമ്മളുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യും. രണ്ടാമത് നമ്മൾ എവിടെയും പോകണ്ട, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കാൻ പഠിക്കുകയാണ്. ജേർണലിംഗ് ഒക്കെ ചെയ്ത് നമ്മളെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ്. അത് ഒരു ഇന്നർ ട്രാവലാണ്. ആദ്യത്തേത് നമുക്ക് എക്സ്റ്റേണൽ ട്രാവൽ ആണെങ്കിൽ, രണ്ടാമത്തേത് നമുക്കൊരു ഇന്നർ ട്രാവലാണ്. മൂന്നാമത്തെ ട്രാവൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഒരു ട്രാവലാണ്. അതായത് യു ട്രാവൽ ടുവേർഡ്സ് യുവർ സോൾ. നമ്മളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ട്രാവലാണത്. നമ്മളുടെ പാറ്റേൺസിനെ മനസ്സിലാക്കി നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരുക. കാര്യം നമ്മുടെ ഉള്ളറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാറ്റേൺ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇനി എന്താണ് എന്നിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് വെയർ വി കോൾ പ്രെഡിക്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള ട്രാവലുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഒക്കൾട്ടായിട്ടുള്ള സബ്ജക്റ്റുകളോട് ഇൻട്രസ്റ്റ് വരുന്നു. സൈക്കോളജി പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കാൻ പറ്റുന്ന എന്തൊക്കെയോ നിങ്ങൾ ഒക്കൾട്ടായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ സ്പിരിച്വാലിറ്റിയുമായിട്ട് അടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് 2 ഓഫ് കോയിൻസ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിള് എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. വി ഗോട്ട് ദ ഡെത്ത് കാർഡ്. ഒരു കാർമിക് പീരീഡ് എൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക്. എൻഡിങ് ഓഫ് എ കാർമിക് എറ. അത് ഒരു കാർമിക് സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിക്കൊണ്ട് ആയിരിക്കാം അത് എൻഡ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് പ്ലാനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുണ്ട് ഇനിഷ്യലി. അത് മാറിക്കോളും വർഷാവസാനമൊക്കെ ആകുമ്പോഴത്തേനും. പക്ഷെ ഫിനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. 3 ഓഫ് വാണ്ട്സ്, വി ഡെഫിനറ്റ്ലി ഗോട്ട് an upgradation in your life from failure to growth. Yeah, that is your major theme and towards your vision. So see, first healing, then creating vision, then from failure to upgradation. ലൈഫിലൊരു അപ്ഗ്രഡേഷൻ. ലൈഫിൽ അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നിൽക്കുന്ന ലെവലിനെക്കാട്ടിലും ഒരു ലെവൽ അപ്പ് ചെയ്യുക. ആൻഡ് ദാറ്റ് റിമൂവ്സ് യുവർ മെൻ്റൽ കോൺഫ്ലിക്റ്റ്. ഈ 4 കോർണേഴ്സിലുള്ള കാർഡ്സും നോക്കുക, അതിനൊരു ഉത്തരമായിട്ടാണ് ഈ കാർഡ് വന്നിരിക്കുന്നത്. വാവ്, നിങ്ങൾ ജീവിതത്തിൽ ഓരോ ചവിട്ടുപടിയും കയറിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ആ ചവിട്ടുപടി കയറുന്ന സന്തോഷിച്ച് ചിരിച്ചുല്ലസിച്ചായിരിക്കില്ല, കുറച്ച് പിരിമുറുക്കത്തോടെ ആയിരിക്കാം. പക്ഷേ യു ആർ ഡൂയിങ് ഇറ്റ്, യു ഷുഡ് ഡൂ ഇറ്റ്, യു മസ്റ്റ് ഡൂ ഇറ്റ്. അങ്ങനെ ഒരു എനർജിയാണ്. ആൻഡ്
ടാറോ പഠിക്കാനായിട്ടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പഠിക്കാൻ പറ്റും. ആസ്ട്രോളജി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന വർഷമാണ്. കാരണം ഒരുപാട് പേര് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളിലുള്ളവർക്ക് അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് മനസ്സിൻ്റെ ഒരു കോളിങ് കേൾക്കുന്നുണ്ട്. മോർ ദാൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സസിൽ ജോലി ചെയ്യുക എന്നൊക്കെ ഉള്ളതിനുപരിയായിട്ട് എൻ്റെ ആത്മാവിൻ്റെ ഒരു വശം ഞാൻ മനസ്സിലാക്കി എനിക്ക് ആ ഒരു കോളിങ്ങിലേക്ക് എത്തണം എന്ന് വിചാരിക്കുന്ന വ്യക്തികളായിട്ട് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് മേജറായിട്ട് നിങ്ങൾക്ക് വരുന്ന ഹീലിംഗ് സക്സസ് എന്ന് പറയുന്ന ട്രയംഫൻ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫെമിനൈൻ ആൻഡ് മാസ്കുലൈൻ എനർജി ബാലൻസിങ് സംഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പഠിക്കുകയാണ്, ഇൻറ്റ്യൂഷനും ലോജിക്കും, അതായത് പ്രാക്ടിക്കാലിറ്റിയും ഉള്ളിലുള്ള എംപത്തറ്റിക് ക്രിയേറ്റീവ് എനർജിയെ, പാഷനേറ്റ് എനർജി എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളത്. സോ യു ആർ ലേണിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ, എന്നാൽ എങ്ങനെ അത് പ്രാക്ടിക്കലി ഗുണമുണ്ടാക്കാം എന്നുള്ളത് അത് നിങ്ങൾ പഠിക്കുകയാണ്. ഗ്രൂപ്പ് നമ്പർ 1 ദിസ് ഇസ് യുവർ ബിഗ്ഗസ്റ്റ് ലെസൺ. വാവ്. അതുപോലെ തന്നെ വിചാരിച്ചിരിക്കാതെ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒരു പ്രണയം കടന്നു വരുന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഈ ഒരു കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ നിങ്ങളൊന്ന് ഹീൽ ചെയ്ത് വെൻ യു ആർ കണക്റ്റഡ് ടു യുവർ തേർഡ് ഐ ചക്ര നിങ്ങൾ റിലാക്സ് ആയിരിക്കും. അതായത് ഒരു ഫ്രോണിങ് ഫേസിൽ നിന്നും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം. നമ്മളെ ഉദാഹരണത്തിന് ഞാനൊരു ഫേമസ് ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയാം. ദാസേട്ടൻ, യേശുദാസ്. അദ്ദേഹം പാടുന്ന സമയത്ത് ഒരു ചിരിയില്ലാതെ അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത്, അദ്ദേഹം വെറുതെ ഇരിക്കുന്ന സമയത്തും ഒരു ചിരിയില്ലാതെ, ആ ഉള്ളിലെ സന്തോഷമാണ്, ആ ഉള്ളിലെ പ്രഭയാണ്, ഉള്ളിലെ വെളിച്ചത്തിൻ്റെ റിഫ്ലക്ഷനാണ്. എപ്പോഴും ചിരിച്ചൊരു മുഖത്തോടു കൂടി ഇരിക്കുക, പ്രസന്നത. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഏറെ ആൾക്കാരുടെ ഒരു സ്നേഹം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനും ലഭിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നത്. കാര്യം ആ ഓറ അങ്ങനെയാണ്. എന്ന് പറയുന്നത് പോലെ നമ്മളെപ്പോഴും പ്രസന്നവദനായിട്ടിരിക്കുക. അത് ഫേക്ക് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ആ പ്രസന്നത ഉണ്ടായി വരികയാണ്. അപ്പോൾ ദാറ്റ് മേക്സ് യു മോർ അട്രാക്റ്റീവ് എന്നുള്ളതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു മെസ്സേജ്. സോ നിങ്ങളുടെ മാസ്കുലൈൻ എനർജിയും ഫെമിനൈൻ എനർജിയും സ്ട്രെങ്തൻ ചെയ്യാൻ പോവാണ് ഒരേപോലെ. അത് നിങ്ങൾക്ക് തരുന്ന ഒരു ചിന്താരീതിയിൽ വരുന്ന മാറ്റമുണ്ട്. എന്നെക്കൊണ്ട് എന്താണ് പറ്റാത്തതായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. അങ്ങനൊരു വർഷമായിരിക്കും ഇത്. ഓക്കെ, ലോങ് ടേം ആയിട്ടുള്ള ഒരു സക്സസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ അടിത്തറയിടുന്നൊരു വർഷമായിരിക്കും. ഇത്ര നാളും എന്തേ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വർഷമായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളുടെ ഫോക്കസ് വർദ്ധിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങൾ റിലാക്സ്ഡ് ആവുന്നൊരു സമയമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു പേഴ്സണൽ ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ ഒരു പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ഗൈഡൻസസ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഹീലിംഗ് ആണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. സ്പിരിച്വൽ ഹീലിങ്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് ഈ ടാരറ്റ് റീഡിംഗ് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ റൂമിൻ്റെ കംഫർട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ടാരറ്റ് കാർഡ് റീഡിംഗ് പഠിക്കാവുന്നതാണ്. ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫോക്കസ് ഉണ്ടാക്കി തരാൻ, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് വൈഡൻ ചെയ്യാനൊക്കെ നിങ്ങളെ സഹായിക്കുന്നൊരു വിഷയമാണിത്. അത് പഠിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് കാണുന്നത്. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ളത്.
ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 2 ഡോൾഫിൻ സ്പിരിറ്റ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 2 ഡോൾഫിൻ സ്പിരിറ്റ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഈ ഒരു വർഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ലെറ്റ്സ് സീ. So you got miracle, rainbow വന്നിട്ടുണ്ട്, stillness വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാർഡ്സ് എല്ലാം എടുക്കാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തുടങ്ങാം. We got passion ignited, we got hope, and then we got intuition. Okay, strong feminine energy of creation. And more cards. Chiron, heal energy. Debilitated energy. Humor, fear. As gratitude and resistance. ഈ ഒരു വർഷത്തിൽ വരുന്ന മേജറായിട്ടുള്ള നിങ്ങളുടെ തീമാണ് ദിസ് ആൻഡ് ദാറ്റ് ആർ ട്രൂ. അതായത് നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ നിന്ന് വളരെ ടോർച്ചറിങ് അനുഭവങ്ങൾ ലഭിച്ചു, അല്ലെങ്കിൽ സങ്കടം ലഭിച്ചു, ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ നാർസിസ്റ്റിക് അബ്യൂസ് തന്നെ നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ നോക്കിക്കാണേണ്ട ഒരു രീതിയുണ്ട്. ഡെഫിനറ്റ്ലി യു നീഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ടോക്സിക് സ്പേസ്. അത് ഒരു കാര്യമുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് പുറത്ത് വന്നു കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഞാൻ ഇത് അനുഭവിക്കേണ്ടി വന്നു, ഓക്കെ, അവിടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ദാറ്റ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് യുവർ സഫറിങ്. അത് നിങ്ങളുടെ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സബ് കോൺഷ്യസ് മൈൻഡ് പാറ്റേൺ. അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടാണ്. അങ്ങനെ നമ്മൾ പാസ്റ്റ് ലൈഫ് കർമ്മ എന്ന് പറയും, പ്രാരാബ്ധ കർമ്മങ്ങൾ എന്ന് പറയും. അത് തിരിച്ചറിഞ്ഞ് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അവിടെയാണ് അടുത്തൊരു പാറ്റേൺ കൂടെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുന്നത്. അതായത് നിങ്ങൾ നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു ബ്രേക്ക് ഡൗണിൽ എത്തുന്നതിന് മുമ്പ് അവർ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കില്ല ഈ അനുഭവം അനുഭവിച്ചിരിക്കുന്നത്. അവരുടെ ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ചുറ്റും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസ് ഉണ്ടായിരിക്കും. വിച്ച് മീൻസ് ഇവരുടെ പാറ്റേൺ ആണ് ഇവർ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈഫിൽ. അപ്പോൾ ആ പാറ്റേൺ റൂട്ട് കോസ് മാറ്റണം. ഒന്ന് ആ ഒരു സൈഡ് ഓഫ് പെർസ്പെക്റ്റീവ്, ദാറ്റ് ഇസ് ട്രൂ. ഇനി മറുവശത്തേക്ക് നോക്കിയാൽ ആ നാർസിസ്റ്റിക് അബ്യൂസ് തരുന്ന വ്യക്തിയുടെ അവരുടെ കർമ്മമാണ് അവർ ഇങ്ങനൊരു നാർസിസ്റ്റിക് നേച്ചറിൽ ജനിക്കുക, അത് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുക. ദേ ആർ ഓൾസോ ക്രിയേറ്റിംഗ് കർമ്മ. അപ്പോൾ ഡോണ്ട് സ്പ്രെഡ് ഹെയ്റ്റ് ഫോർ ദം. അവരോട് ഹെയ്റ്റ് അല്ല, നമ്മൾക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവരിൽ നിന്ന് നമ്മൾ നമ്മുടെ സമാധാനം സംരക്ഷിച്ച് ലെറ്റ് ഗോ ചെയ്ത് പുറത്തു വരിക. ആൻഡ് ലെറ്റ് ഗോ ഓഫ് ദ മെമ്മറീസ് ഓൾസോ, ലെറ്റ് ഗോ ഓഫ് ദ ഗ്രഡ്ജ്, ലെറ്റ് ഗോ ഓഫ് ദ ഹെയ്റ്റ് ഓൾസോ. കാര്യം സ്നേഹം എന്ന് പറയുന്നത് പോലെ തന്നെ ഹെയ്റ്റും ഒരു വികാരമാണ്. അപ്പോൾ സ്നേഹം എത്രത്തോളം ഹയർ വൈബ്രേഷനിൽ നിൽക്കുന്ന വികാരമാണോ, ഹെയ്റ്റ് അത്രയും ലോവസ്റ്റ് വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു വികാരമാണ്. ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗ്രഡ്ജ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വി ഗോട്ട് ഫിയർ, പേടി എന്ന് പറയുന്ന ഒരു ഇമോഷനിൽ നിന്നും നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരിക്കലും അവേക്കനിങ് സ്പേസിൽ എത്താൻ പറ്റില്ല. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു. മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് ബൈ ഡേവിഡ് ഹോക്കിൻസിൻ്റെ ഒരു തിയറി ഉണ്ട്. അതിൽ ന്യൂമറിക്കൽ സ്കോറായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ ഇമോഷൻസിൻ്റെയും വാല്യൂ എത്രയാണ് എന്നുള്ളത്. ഫ്രം ലോവർ വൈബ്രേഷൻ ടു ഹയസ്റ്റ് വൈബ്രേഷൻ. അതിപ്പോൾ നമ്മളൊരു 1000 സ്കോർ ചെയ്യുന്നതെങ്കിൽ 1000 ഇസ് ദ എൻലൈറ്റ്മെൻറ്റ് ഫേസ് വൈബ്രേഷൻ സ്കോർ. അപ്പം ഏറ്റവും ലോവർ ആയിട്ടുള്ള വൈബ്രേഷൻ എന്നാണ് ഗിൽറ്റ്, ഫിയർ, ഹെയ്റ്റ്, ഇതെല്ലാം.
അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് നമുക്കൊരു അവേക്കനിങ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇവിടെ ഈ ഫിയർ നിൽക്കുകയാണ്. ഈ ഫിയറിൽ നിന്നും ഈ എൻലൈറ്റൻ ഫേസ് അല്ലെങ്കിൽ ഹീലിംഗ് ഫേസ് എന്ന് പറയുന്നതിലേക്ക് ഇതിങ്ങനെ ഒരു ഒറ്റ ഗ്രാഫ് അല്ല, ലൈക്ക് സ്ട്രെയിറ്റ് ഹൈ ഗ്രാഫ് അല്ല ഒരു മനുഷ്യനും ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ഫ്രം ഫിയർ യു വിൽ ഗെറ്റ് ഔട്ട്, എന്നിട്ട് ഒരു സ്റ്റിൽനെസ് ഉണ്ടാകും. ആ സ്റ്റിൽനെസ്സിൽ നിന്നും നിങ്ങൾ കുറച്ച് നാളിങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ചിലപ്പം വീണ്ടും ഒരു ഗിൽറ്റ് വരാം. യു ഗോ ഡൗൺ ആൻഡ് ദെൻ യു വിൽ ഫീൽ എ ഹോപ്പ്, ദെൻ യു വിൽ ഗോ അപ്പ്. ആ ഹോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കാം. ദെൻ യു വിൽ ഗോ ഡൗൺ. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി, അതിൽ കുറേ ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ പോയി. ഇറ്റ് ഇസ് ലൈക്ക് മോർ ഓഫ് ലൈക്ക് എ ഗ്രാഫ്. ഇപ്പം നമ്മളൊരു യോയോ ബോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ബോളിൻ്റെ മൂവ്മെൻറ്റ്സിൽ ഒരു ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഇരിക്കും? ഇറ്റ്സ് ലൈക്ക് ടിങ് 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 വൈബ്രേറ്റിംഗ് ലൈക്ക് ദിസ്. സോ ഫ്രം 3D to 4D, വീണ്ടും 3D, ദെൻ 5D, ദെൻ 3D, ദെൻ 3Dയിൽ കുറേ നാളും കൂടെ പോയി, പിന്നെ 4D ടച്ച് ചെയ്തു, വീണ്ടും 3D, പിന്നെ 4D കുറേ പോയി, പിന്നെ 5D. ഇങ്ങനെ ഇങ്ങനെ ഡയമെൻഷൻസിൽ നിങ്ങൾ നിൽക്കും എന്നുള്ളതാണ്. സോ അവേക്കനിങ് എന്ന് പറയുന്നത് വർഷങ്ങൾ എടുക്കുന്ന ഒരു ജേർണിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു വർഷമായിരിക്കും ഇത്. അതിൽ ഈ ഡെബിലിറ്റേറ്റഡ് എനർജി കാണിക്കുന്നത് നിങ്ങളുടെ വീക്ക്നെസ് ഉണ്ട്. ആ വീക്ക്നെസ് ആണ് നമ്മൾ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ പാസ്റ്റ് ലൈഫ് കർമ്മ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ വീക്ക്നെസ് ആയിട്ടാണ്. അതാണ് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെയൊക്കെ ഒരു മൂല കാരണം. ഇൻ യോർ ബർത്ത് ചാർട്ട്, ആസ്ട്രോളജിക്കലി നിങ്ങൾ എടുക്കുമ്പോൾ വേദിക് ബർത്ത് ചാർട്ടിൽ വിച്ച് പ്ലാനറ്റ് ഇസ് ആക്ച്വലി ഡെബിലിറ്റേറ്റഡ് ഇൻ യോർ ബർത്ത് ചാർട്ട്, ആ പ്ലാനറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുക. അതാണ് നിങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾക്കൊരു ഹാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ വാട്ട് യു ഷുഡ് ഡു സ്റ്റക്നെസ്സിൽ നിന്നും പുറത്ത് കടക്കാൻ. അത് ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഇസ് സൺ ഇസ് ഇൻ ലിബ്ര. ഇവിടെ തുലാം രാശിയിൽ ജനിച്ചവരാരാ ഉള്ളത്, ലിബ്രയിൽ ആരാ ഉള്ളത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാണ്. ദെൻ യു നീഡ് ടു ബിൽഡ് യുവർ കോൺഫിഡൻസ്, ബിക്കോസ് നിങ്ങളിലാണ് 12 സോഡിയാക്സിലും ഏറ്റവും ഈഗോ കുറഞ്ഞവരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ അത്രയും വേറെ ആർക്കും ഇല്ല. ദാറ്റ് ഈസ് യുവർ പോസിറ്റീവ്. പക്ഷേ ആ പോസിറ്റീവിനോടൊപ്പം ഈ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള കോൺഫിഡൻസും കൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് വെയർ ദിസ് സൺ ഡെബിലിറ്റേഷൻ കംസ്. സ്ട്രെങ്തൻ യുവർ സൺ. ഇനി നിങ്ങൾക്ക് മാഴ്സ് ആണ് ഡെബിലിറ്റേറ്റഡ്, അതായത് whoever is having Mars in your ക്യാൻസർ രാശി, ഓക്കെ, കർക്കിടക രാശിയിൽ ചൊവ്വ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഏത് ഭാവാധിപനാണ് ചൊവ്വ, അതിനെയൊക്കെ ആശ്രയിച്ചിട്ട് നിങ്ങൾക്ക് ആ ഭാവങ്ങളിൽ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കും. യു നീഡ് ടു ത്രൈവ് ദെയർ, യു നീഡ് ടു ക്രിയേറ്റ് ഔട്ട്കം ദെയർ. നിങ്ങൾക്ക് അവിടെ ഔട്ട്കം ഉണ്ടാക്കണം. അവിടെ യു നീഡ് ടു സ്ട്രെങ്തൻ യുവർ മാഴ്സ്. നൗ നിങ്ങളുടെ വീനസ് ആണ് ഡെബിലിറ്റേറ്റഡ് എന്ന് വിചാരിക്കുക. അതായത് യുവർ വീനസ് ഇസ് ഇൻ വെർഗോ. ഫോർ ദോസ് ഹു ഹാവ് വെർഗോ വീനസ്, അവിടെ യു നീഡ് ടു ആക്ച്വലി സ്പെൻഡ് മോർ ടൈം കെയറിങ്, പാമ്പറിങ് യുവർ സെൽഫ്, റൈറ്റിംഗ് ജേർണൽസ് ആൻഡ് കണക്റ്റിംഗ് വിത്ത് പെറ്റ്സ്. These will all improve your Venus energy. Connecting with your passion, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. യു ഷുഡ് സ്റ്റാർട്ട് പെയിൻറ്റിങ് ഒന്നും അറിയാത്തവരാണെങ്കിൽ ലൈക്ക് യു സ്റ്റാർട്ട് ദിസ് മണ്ഡല ആർട്ട്. അതൊക്കെ കുറച്ചും കൂടി ഈസിയാണ്. ഇറ്റ് മേക്സ് യു റിലാക്സ്ഡ്, ഇറ്റ് മേക്സ് യു ക്രിയേറ്റീവ് ആൻഡ് അബണ്ടൻറ്റ് മൈൻഡ് സെറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. യു നീഡ് ടു സ്ട്രെങ്തൻ യുവർ വീനസ് ദെയർ. സോ ലൈക്ക് വൈസ് മൂൺ ഡെബിലിറ്റേറ്റഡ് ആണെങ്കിൽ, മെർക്കുറി ഡെബിലിറ്റേറ്റഡ് ആണെങ്കിൽ, സാറ്റേൺ ഡെബിലിറ്റേറ്റഡ് ആണെങ്കിൽ, ജൂപ്പിറ്റർ ഡെബിലിറ്റേറ്റഡ് ആണെങ്കിൽ, ഓൾ ദീസ് തിങ്സ് യു നീഡ് ടു സ്ട്രെങ്തൻ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏത് പ്ലാനറ്റിനാണ് സ്ട്രെങ്ത് കുറവ്, ഡെബിലിറ്റേറ്റഡ്, വർക്ക് ഓൺ ദാറ്റ് പ്ലാനറ്റ് ഫോർ ദിസ് ഇയർ.
പിന്നെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് സക്സസ് ആണ്. നൗ യു ഹാവ് ടു ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ്. അതിനായിട്ട് എവറി ഡേ സ്റ്റാർട്ട് റൈറ്റിംഗ് ജേർണൽസ്. കിടക്കുന്നതിന് മുമ്പ് ഐ എം താങ്ക്ഫുൾ ഫോർ ഹാവിങ് ദിസ് ആൻഡ് ദാറ്റ് ആൻഡ് എവറിത്തിങ് ഇൻ മൈ ലൈഫ്. യു റൈറ്റ് ദാറ്റ്. പറയുന്നതിനെക്കാട്ടിലും എഫക്റ്റീവാണ് റൈറ്റിംഗ്. ദിസ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു ലെറ്റ് ഗോ ഓഫ് ദ റെസിസ്റ്റൻസ് ദാറ്റ് യു ആർ ഹോൾഡിങ് ഓൺ ടു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും എന്തുകൊണ്ട് വരുന്നില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യുമ്പോഴും അതിലൊക്കെ നിങ്ങൾക്ക് ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. യു ആർ നോട്ട് എൻജോയിങ് ഇറ്റ്. ഒരു കാര്യത്തിനെ നിങ്ങൾ ഭയങ്കര മെസ്സി ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു ടീഡിയസ് ടാസ്ക് ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഒരു വഴക്കം കിട്ടുന്നില്ല നിങ്ങൾക്ക്, ബിക്കോസ് നിങ്ങളുടെ മനസ്സ് കൊടുക്കുന്നില്ല. യുവർ ഹാർട്ട് ചക്ര ഇസ് ബ്ലോക്ക്ഡ്. ദെൻ യു നീഡ് ടു ഹീൽ. യു നീഡ് ടു കം ഔട്ട് ഓഫ് യുവർ ബ്ലോക്കേജ്. അതിന് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് കണക്റ്റിംഗ് വിത്ത് the most passionate thing in your life. If music is your passion, spend more time practicing learning music. If tarot cards is your passion, then start learning tarot cards. Start creating tarot card videos rather than simply watching 10-15 tarot card readings a day. Limit your time of watching tarot card readings in a day. Like you watch it for 1 hour maximum and then you start learning. More learning purpose night tarot cards watching. If that is your passion, okay. If dance is your passion, if technology is your passion, if AI is your passion, whatever that is your passion is, if sports is your passion, എന്താണ് പാഷൻ? ആ പാഷനായിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ അവേഴ്സ് സ്പെൻഡ് ചെയ്യുക ഓരോ ദിവസവും. ദാറ്റ് വിൽ ഹെൽപ്പ് യു ഹീൽ. ഓക്കെ, ആൻഡ് യു നീഡ് ടു ഫോക്കസ് ഓൺ ദ ലൈറ്റർ സൈഡ് ഓഫ് വാട്ട് എവർ യു ആർ ഡൂയിങ്. ചൂസ് ദ ലൈറ്റർ സൈഡ് ഓഫ് ലൈഫ്. ഇപ്പോൾ നിങ്ങളൊരു ട്രാവൽ പോവാണ്. ആ ട്രാവൽ പോകുമ്പോൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് ഓരോ മിനിറ്റിലും പുതിയ പുതിയ തോട്ട്സ് ഉണ്ടായി നിങ്ങൾക്കത് എൻജോയ് ചെയ്യാം. ബി ദാറ്റ് പേഴ്സൺ, ബി ദ സെക്കൻഡ് പേഴ്സൺ ആൻഡ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ അവിടെ യു ജസ്റ്റ് ബിൽഡിങ് എ കണക്ഷൻ വിത്ത് യുവർ സെൽഫ്. കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കുക. ലോൺലിനെസ്സിനെ മറികടക്കാൻ, സോളിറ്റ്യൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങൾ ആനന്ദം നിറയ്ക്കുക. ബിക്കോസ് സ്റ്റാർട്ട് റൈറ്റിംഗ്, സ്റ്റാർട്ട് ജേർണലിങ്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ജേർണൽ ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് യൂസ് ടു ദാറ്റ് ജേർണലിങ് പീസ്. സമാധാനം കിട്ടാൻ തുടങ്ങും നിങ്ങൾക്ക്. ദിസ് വിൽ ആക്ച്വലി സ്ലോലി ലെറ്റ് ഗോ ഓഫ് യുവർ റെസിസ്റ്റൻസ്. അത് മറ്റുള്ളവരോട് കണക്ട് ചെയ്യാനായിക്കോട്ടെ, ലൈഫിൽ സ്നേഹം അട്രാക്റ്റ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, ഒക്കെ മാറും എന്നുള്ളതാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ടേക്ക് ഫ്യൂ ടാരോ കാർഡ്സ് ആൻഡ് ലെറ്റ്സ് സീ ക്ലാരിഫിക്കേഷൻസ്. ഓക്കെ, we got the Lovers card. Make beautiful choices in life. നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ടുണ്ട് ഈ ഒരു വർഷത്തിൽ. ബിക്കോസ് ആ ചോയ്സ് എടുക്കുന്നതിലാണ് ദിസ് ഓർ ദാറ്റ് ആർ ട്രൂ, ബട്ട് വിച്ച് ഇസ് മൈ ചോയ്സ് ഇൻ ദാറ്റ്. മനസ്സിലായോ? നിങ്ങൾ ആ ചോയ്സ് എടുക്കുന്നതിലാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇടത്തോട്ടും പോവാം, നിങ്ങൾക്ക് വലത്തോട്ടും പോവാം. ഇടത്തോട്ട് പോയാലും ഒരു ഡെസ്റ്റിനേഷനുണ്ട്, വലത്തോട്ട് പോയാലും മറ്റൊരു ഡെസ്റ്റിനേഷനുണ്ട്. ഈ രണ്ട് ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് ആക്സസിബിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകും? സ്റ്റക്കായിട്ടിരുന്നാൽ ഇരിക്കുന്നിടത്തിരിക്കാം. പക്ഷെ ഓക്കെ, ഇന്നെനിക്ക് ഇടത്തോട്ട് പോകാൻ തോന്നുന്നു, ഞാൻ ഇടത്തോട്ട് പോവാം. സോ ഇടത്തോട്ട് പോകുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ബീച്ചായിരിക്കും നിങ്ങൾ കാണുന്നത്. യു എൻജോയ് ദ ബീച്ച്. ഓക്കെ, വേറൊരാൾ വലത്തോട്ട് പോവാം. ഓക്കെ, വലത്തോട്ട് പോയപ്പം
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ആ പ്ലേ ഗ്രൗണ്ടിൽ കുറേ കുട്ടികൾ കളിക്കുന്നു. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഗാർഡൻ ദെയർ. രണ്ടും വ്യൂ ആണ് അല്ലേ, ബട്ട് യു ഡിസൈഡഡ് വിച്ച് വൺ. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ഡെസ്റ്റിനി. ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡെസ്റ്റിനി അല്ല ഉള്ളത്, വിധി എന്ന് പറയുന്നത്. യു ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. യൂണിവേഴ്സ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. വിച്ച് പാത്ത് യു ചൂസ്, ദാറ്റ് ഈസ് യുവർ ഡിസിഷൻ. അപ്പം നമ്മൾ ഡിസിഷൻ എടുക്കാതിരുന്നാലോ ഇരിക്കുന്നിടത്തിരിക്കാൻ. ആരും ഡെസ്റ്റിനേഷൻ ABCD എന്നുള്ളത് ഇങ്ങോട്ട് കൊണ്ടുതരില്ല. യു ഷുഡ് ചൂസ്. യു ഹാവ് ഓപ്ഷൻസ്. ഡെസ്റ്റിനേഷൻ A പോണോ, B പോണോ, C പോണോ, ലൈക്ക് ദാറ്റ് ഒരുപാട്. അപ്പോൾ യു ആർ ഡിസൈഡിങ് എനിക്കിത് മതി, അങ്ങനെ ഡിസിഷൻ എടുക്കണം. വി ഗോട്ട് 5 of Swords. സോ ഇത് നിങ്ങളുടെ പേടിയെ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാകും എന്നാണ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഒരു പേടി മാത്രം. പേടിയുടെ കൂടെ ഇവിടെ ഒരു കോൺഫിഡൻസ് കുറവും, ഒരു എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് അത് വേണം, പക്ഷെ അതിന് എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ബേസിക്കലി ബിക്കോസ് ഓഫ് ദ പ്രോബ്ലം ദാറ്റ് നിങ്ങളുടെ ഡെബിലിറ്റേറ്റഡ് പ്ലാനറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലമാണത്. ആ ഡെബിലിറ്റേറ്റഡ് പ്ലാനറ്റ് ഏതാണോ ആ പ്ലാനറ്റിൻ്റെ കാരകത്വങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ. അതായത് ഇപ്പം വീനസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ട്രൂ ലവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ക്ലിയർ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു നീഡ് ടു ഫിക്സ് ദാറ്റ്. അവിടെയാണ് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. അത് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മ റിലീസ് ചെയ്യുക. പാസ്റ്റ് ലൈഫ് കർമ്മ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. കാർമിക് ഹീലിംഗ് ആണ് അതിന് ചെയ്യേണ്ടത്. കാർമിക് ഹീലിങ്ങിലൂടെ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് അറിയാനുള്ളൊരു വാതിൽ ഓപ്പണായി വരും. 8 of Wands. ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ഓൺ ഐഡിയ ഉണ്ടാവുന്നുണ്ട്. അതായത് യു കണക്റ്റിംഗ് വിത്ത് സം ഓഫ് യുവർ പാഷൻ. ആ പാഷൻ നിങ്ങൾ ഒരു പ്രൊഫഷൻ ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഡിസിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു വർഷം എടുക്കാവുന്നതാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് 4 of Swords. ദാറ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ വിട്ടങ്ങ് കളഞ്ഞേക്കാം എന്നുള്ളൊരു തീരുമാനം എടുക്കുക. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ലൈഫിൽ, എന്തൊക്കെ വേണം എന്നുള്ളത്. ആ പ്രയോറിറ്റി അനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുക. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ കുമ്പിടിയൊന്നും അല്ലല്ലോ. you lose focus when you do multiple things. You think about multiple കാര്യങ്ങൾ ഒരേ സമയം. അതായത് ഒരേ സമയം ഒരാൾക്ക് TV കാണാനും പാട്ട് പാടാനും പറ്റില്ല, പക്ഷെ ഒരേ സമയം ഒരാൾക്ക് TV കാണാനും ഭക്ഷണം കഴിക്കാനും സാധിക്കും, പക്ഷെ ഓപ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈല് ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുക. അതിനൊരു 10 മിനിറ്റ് കണ്ണടച്ച് പുറത്തോട്ട് നോക്കാതെ ഉള്ളിലേക്ക് നോക്കുക. ശരിക്കും ഞാൻ എന്താഗ്രഹിക്കുന്നത്? ഒരു മോഡേൺ ലൈഫാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ഭയങ്കര ഒരു വില്ലേജ് കാമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ശരിക്കും മാരീഡ് ലൈഫാണോ ഞാൻ എൻജോയ് ചെയ്യുന്നത്? എല്ലാവർക്കും പാർട്ട്നേഴ്സ് ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കായി പോകുന്നുള്ള പേടിയിലാണോ ഞാനൊരു മാരീഡ് ലൈഫ് ചൂസ് ചെയ്തിട്ടുള്ളത്? എനിക്ക് ഒറ്റയ്ക്കാണോ ആക്ച്വലി ജീവിക്കേണ്ടത്? എനിക്ക് എൻ്റെ റെപ്യൂട്ടേഷനിലാണോ ഫോക്കസ് ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെ പാഷനാണോ വർക്ക് ചെയ്യേണ്ടത്? അതോ ഞാൻ പഠിച്ച വിഷയത്തിലാണോ ജോലി ചെയ്യേണ്ടത്? ഇങ്ങനെ ഉള്ള പ്രയോറിറ്റീസ് ചോദ്യം ചോദിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ എന്താണോ പ്രയോറിറ്റി അത് നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. സോ ഇതാണ് നിങ്ങൾക്ക് ഉള്ള ഒരു റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 2.
അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയും നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, നിങ്ങൾക്കിത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. പേഴ്സണലായിട്ട് ഒരു ഗൈഡൻസ് വേണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏതൊരു ഹീലിങ്സിന് വേണ്ടിയിട്ടും കോൺടാക്ട് ചെയ്യാം, ഗൈഡൻസിന് വേണ്ടിയിട്ടും കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ റൂമിൻ്റെ കംഫർട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ടാരറ്റ് കാർഡ്സ് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു വിഷയം. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.